Get the best education with Amaze Academy and make your AE Civil SSC JE dreams come true. Download the app now. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു എക്സാം വന്നത്. വന്നപ്പോൾ തന്നെ ഒരു 2 മാസം മുമ്പ് സിലബസ് മൊത്തത്തിൽ മാറ്റിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചലഞ്ചായിരുന്നു. പക്ഷേ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം എന്തായാലും ഈ ജോലി ഏകദേശം കിട്ടുന്ന ഒരു രീതിയാണ്. കാരണം കുറേ പേര് ബാക്ക് ഔട്ട് ചെയ്തായിരുന്നു ഈ സിലബസ് മാറിയപ്പോൾ. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സിലബസ് വന്നപ്പോൾ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു. അപ്പം ആ മാറിയ സിലബസ്, അവർ തന്ന സിലബസിനനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പോസിറ്റീവ് കാര്യമാണ്. നല്ല രീതിയിൽ PSCയുടെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള സിലബസ്, ഓരോ മൊഡ്യൂളിനും കറക്റ്റായിട്ടുള്ളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. ഞങ്ങൾ ആസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു ചലഞ്ചിങ് ഇതായിരുന്നു. കാരണം നമുക്കൊരു ഫിക്സഡ് റെഫറൻസ് ഇല്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പല രീതിയിൽ പലതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, നമുക്ക് പഠിപ്പിക്കാനും നമുക്കൊരു സെറ്റ് ഓഫ് ഒരു ബേസ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കൺവേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ മാത്സ് 10 ക്വസ്റ്റ്യൻസ്, സിവിൽ 30 ക്വസ്റ്റ്യൻസ്, എൻവയോൺമെൻറ്റൽ 35 ക്വസ്റ്റ്യൻസ് ആൻഡ് നമ്മുടെ കെമിക്കൽ 25 ക്വസ്റ്റ്യൻസ്, അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ മാത്സിൽ ഏകദേശം നമ്മൾ തന്നെ വീഡിയോ സെഷൻസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏകദേശം കണ്ടവർക്ക് ഒരു 5 ഈസി ക്വസ്റ്റ്യൻസ്, മോഡറേറ്റ്, ഹാർഡ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അത് ഇച്ചിരി ആ ഒരു 2 ക്വസ്റ്റ്യൻസ് കുറച്ച് രീതിയിൽ ടഫാണ്. നമ്മൾ ഓൾറെഡി കീ ഫുൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ടെലിഗ്രാം സ്റ്റഡി സർക്കിളിനകത്ത് ഒരു അരമണിക്കൂറിനകം ഷെയർ ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം സ്റ്റഡി സർക്കിൾ ജോയിൻ ചെയ്തിട്ടാൽ മതി, PDF ആക്കി ഇട്ടേക്കാം. ഓക്കെ, അതേസമയം സിവിലിൻ്റെ വരുമ്പോഴത്തേനും കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ആസ് എ ഹോൾ. ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം സിവിൽ പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റിലോട്ട് വന്നപ്പോൾ എൻവയോൺമെൻറ്റ് നല്ല ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണമായിരുന്നു ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്. അടുത്ത KWയ്ക്കും നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കണം. പക്ഷേ എൻവയോൺമെൻറ്റിൽ കുറച്ചുകൂടി എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. അപ്പോൾ അതിനകത്ത് 20, 10, 5, അപ്പോൾ അതിനകത്ത് ന്യൂമറിക്കൽസും ഉണ്ടായിരുന്നു 3 ക്വസ്റ്റ്യൻ. ഹാർഡ് 5 ക്വസ്റ്റ്യൻസ് നല്ല ഹാർഡായിരുന്നു. ബാക്കി 20ഉം 10ഉം അത്യാവശ്യം പഠിക്കുന്നവർക്ക് ഫുൾ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കെമിക്കൽ ക്വസ്റ്റ്യൻസ് ഈസി 10, മോഡറേറ്റ് 9, ഹാർഡ് 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നമ്മുടെ കോഴ്സൊക്കെ റെഫർ ചെയ്തവർക്ക് നല്ല രീതിയിൽ അതും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ടോട്ടൽ നോക്കുമ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് പറയുവാണെങ്കിൽ, ഒരു റേഞ്ച് പറയുവാണെങ്കിൽ 59 to 85. ഓക്കെ, 85 എക്സ്ട്രീമാണ്. അതായത് എല്ലാ ഈസിയും മോഡറേറ്റും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു 85 to 87 മാർക്സ്, അത് മാക്സിമം ആണ്. കാരണം ഹാർഡ് അത്ര ഉണ്ടല്ലോ. അപ്പോൾ അത്രയും ഒരു ഹൈ റേഞ്ചിലോട്ട് പോകാം. അല്ലെങ്കിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഈസി എങ്കിലും മസ്റ്റായിട്ടും 59 വേണം. കാരണം 59 താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഡേഞ്ചർ സോണിലോട്ട് പോവും. കാരണം തീർച്ചയായിട്ടും ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ തന്നെ ഒരു 50 താഴെ ആണെങ്കിൽ നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് ഇനിയും ആവശ്യമുണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു ഇതാണ്. കാരണം അടുത്ത എക്സാമിലോട്ട് പോകുമ്പോൾ, KWAയിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ളൊരു എക്സാമാണത്. അപ്പം നമ്മുടെ അനാലിസിസ്, നമ്മുടെ നോളജിലുള്ളൊരു അനാലിസിസ് നിങ്ങൾ ശരിക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മാർക്ക് 15 താഴെയാണെങ്കിൽ യു നീഡ് എ സ്ട്രക്ചേർഡ് ലേണിംഗ്. നിങ്ങളുടെ ലേണിംഗ് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആക്കണമെന്നാണ് അതിനർത്ഥം. അതല്ല ഒരു 59 to 69 ബ്രാക്കറ്റ് ഉള്ളവർക്ക് ഓക്കെ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരും കൂടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസും ഈ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യാനുണ്ട് എന്നാണ് അതിനർത്ഥം. കാരണം നിങ്ങൾക്ക് ഏകദേശം ഈസിയും മോഡറേറ്റും ഒക്കെ കയറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു ടോപ്പ് റാങ്കിലോട്ട് എത്തുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊരു ഇനിഷ്യൽ അസംഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. കാരണം ഇത് ഒരുപാട് പേര് എഴുതുന്നതാണ്. അപ്പം ഇതിന് ഒരു വലിയൊരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു കട്ട് ഓഫ് റേഞ്ച് എന്നൊക്കെ പറയാൻ പറ്റും. ഇത് കട്ട് ഓഫ് അല്ല, ഇത് എത്രത്തോളം നമ്മുടെ നോളജ് ലെവൽ, ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റി, എത്രത്തോളം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞൊരു ലെവലാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. കാരണം ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു വേ ഓഫ് അപ്രോച്ച്, നമ്മളൊരു എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കട്ട് ഓഫിന് അകത്ത് കയറണം, അല്ലെങ്കിൽ കട്ട് ഓഫ് എത്ര ആണ്, ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു അപ്രോച്ച് മാറണം നിങ്ങൾ. നമുക്കറിയേണ്ടത് നമുക്ക് എത്ര നോളജ് ഉണ്ട്, നമുക്ക് ടോപ്പ് 50, ടോപ്പ് 100 വരാൻ പറ്റുമോ ഉള്ളതാണ്. ഇപ്പോൾ KW തന്നെ അടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 130 വേക്കൻസി വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിന് പഠിക്കുമ്പോൾ നിങ്ങളുടെ അപ്രോച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് വെച്ചാൽ, എനിക്ക് എങ്ങനെ ആ ടോപ്പ് 50 വരാൻ പറ്റും,
എപ്പോഴും നമ്മൾ അങ്ങനെ. ഇപ്പോൾ ഈ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് 50 അല്ലെങ്കിൽ ടോപ്പ് 100-നകത്ത് ഇത് പ്രൊമോഷണൽ വേക്കൻസി ഉൾപ്പെടെ ചിലപ്പം 80 തൊട്ട് 150 വരെ പോയേക്കാം. അതൊക്കെ വരുന്ന രീതി, അഡ്വൈസ് വരുന്ന രീതിയിൽ അതിലിപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ജോലി, നമുക്ക് അൾട്ടിമേറ്റ്ലി ജോലി കിട്ടണമല്ലോ. അപ്പോൾ ജോലിയിലോട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ ആ ടോപ്പ് റാങ്ക് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് എത്ര വേക്കൻസി ഉണ്ടെന്ന് ആ ഒരു ഡൗട്ട്. നമ്മൾ പഠിക്കുമ്പോൾ ടോപ്പ് റാങ്ക്, അത് നമ്മളെപ്പോഴും ഞാൻ പറയുന്ന വീഡിയോസിൽ പറയുന്ന കാര്യമാണ്, നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തവരോടും നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. ഫസ്റ്റ് ടോപ്പിനകത്ത് വരണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ടോപ്പ് റാങ്കിനകത്ത് ഉറപ്പായിട്ടും വരണം. അപ്പം നമ്മുടെ KWAനും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി, അതായത് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഹാർഡ് ക്വസ്റ്റ്യൻസ് നോക്കണ്ട, അത് ആരും ചെയ്യത്തുമില്ല, ചെയ്താൽ തെറ്റുകയും ചെയ്യും, അത് റിസ്ക് ആണ്. അപ്പോൾ അത് വിട്ടിട്ട് ബാക്കി ഈസി ആൻഡ് മോഡറേറ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഈസി മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. മോഡറേറ്റ് ക്വസ്റ്റ്യൻസിനകത്താണ് ഈ ശരിക്കും പറഞ്ഞ ഈ ടോപ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ റാങ്ക് അവിടെയാണ് മാറുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനാലിസിസ് ഇട്ടത്. പിന്നെ ന്യൂമറിക്കൽസ് വരുമ്പോൾ മാത്സ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ന്യൂമറിക്കൽസ് കുറവാണ്. ഇപ്പം എൻവയോൺമെൻറ്റിൽ 3, കെമിക്കൽ 6 ന്യൂമറിക്കൽസ്, സിവിൽ 2 ന്യൂമറിക്കൽ മാക്സിമം ആണ്. അപ്പോൾ അങ്ങനെ ഒരു 9 ന്യൂമറിക്കൽ അങ്ങനെ വന്നിട്ടുള്ളൂ. കാരണം മാത്സ് ഓൾറെഡി ചെയ്യാൻ സമയം വേണം, 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഒരു 19 ന്യൂമറിക്കൽ. അപ്പോൾ ഇനി അങ്ങോട്ട് ന്യൂമറിക്കൽസിനും നമ്മളൊരു പ്രസക്തി കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് മാത്സ് വന്നുകൊണ്ടാണ് 10 ക്വസ്റ്റ്യൻസ് അങ്ങനെ പോയത്. അതല്ലാതെ ഇപ്പോൾ KWA പോലെ എക്സാം ആകുമ്പോൾ നമ്മുടെ കോർ സബ്ജക്ട്സിൽ നിന്ന് തന്നെ ഒരു എക്സ്ട്രാ 10 ക്വസ്റ്റ്യൻസ്, 10 ന്യൂമറിക്കൽസ് ചോദിക്കും. പിന്നെ എക്സാം ടൈം 1.5 മണിക്കൂറാണ്. അപ്പം നമ്മുടെ സ്ട്രാറ്റജി ആ രീതിയിലോട്ട് വരണം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എക്സാംസ്, നമ്മളിപ്പം LTQ ലേൺ ത്രൂ ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് അസേർഷൻ റീസൺ, നമ്മുടെ ESCയിലൊക്കെ വരുന്നുണ്ട്, ഗേറ്റ് വരുന്ന രീതിയിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഒന്നിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ, അല്ലെങ്കിൽ 3-4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഫോൾസ്. അപ്പോൾ തിയറിറ്റിക്കൽ നോളജ് അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള തിങ്കിങ് നിങ്ങൾക്ക് വേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കീ ഉൾപ്പെടെ നമ്മൾ ടെലിഗ്രാമിൽ ഇടുന്നതാണ്. പിന്നെ എന്തായാലും PSCയുടെ പ്രൊവിഷണൽ കീ ഉടനെ തന്നെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് കമ്പയർ ചെയ്താൽ മതി. കാരണം നമ്മുടെ പ്രൊവിഷണൽ കീ ചിലപ്പം തെറ്റുകൾ വരാം. അത് നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം പ്രൊവിഷണൽ കീ PSCയുടെ പ്രൊവിഷണൽ കീ വരുമ്പോൾ ഫസ്റ്റ് നമ്മളെ അറിയിപ്പിക്കുക. നമ്മളൊരു പോൾ ഇടാം ടെലിഗ്രാം സ്റ്റഡി സർക്കിളിൽ. കറക്റ്റായിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്ന് ഇട്ടേക്കുക, പോൾ ചെയ്തിട്ടേക്കുക. ഓക്കെ. അപ്പം പിന്നെ നമ്മളിപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഫുൾ സിലബസ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് 3, 3ാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യത്തെ 3 ബാച്ചിൻ്റെയും നമ്മൾ വീക്കെൻഡ് ടെസ്റ്റ് അടുത്ത ആഴ്ച ജൂലൈ ഫസ്റ്റ് വീക്ക് തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് 3ാമത്തെ ബാച്ച് ഫില്ല് ആവുകയാണെങ്കിൽ പിന്നുള്ള ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ജൂലൈ 3 അല്ലെങ്കിൽ ജൂലൈ 2, ജൂലൈ 3 വീക്കിലോട്ടൊക്കെ അവരുടെ വീക്കെൻഡ് ടെസ്റ്റ് മാറും. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ട് നമ്മുടെ വീക്കെൻഡ് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കണ്ടന്റിൽ നമ്മളിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ഗേറ്റ് 1 മാർക്ക് ലെവൽ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലെവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ പഠിച്ചാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കണ്ടന്റ് ഈ തന്നെയാണ് ചെയ്യുന്നത്, അതിന് ഒരു കോംപ്രമൈസും ഇല്ല. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സും മോക്ക് ടെസ്റ്റും. നോട്ട്സ് സാധാരണ നമ്മൾ കൊടുക്കാറില്ല, പക്ഷേ ഇപ്പം നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, നമ്മുടെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് നമ്മുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് ആക്സസ് കൊടുക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്, അതായത് ഈ ഗേറ്റ് ലെവൽ കണ്ടന്റ് നല്ല രീതിയിൽ പഠിച്ചിട്ട് നമ്മൾ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ് സെറ്റ് ചെയ്ത് തരും. അപ്പം ഓരോ മാസവും 4 വീക്കെൻഡ് ടെസ്റ്റുകൾ, എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയും ടെസ്റ്റ് കാണും. ആ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ നമ്മുടെ പേഴ്സണൽ മെൻറ്റർ നിങ്ങളെ നേരിട്ട് വിളിക്കും. എന്നിട്ട് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് എവിടൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോയത് അപ്പോൾ അനാലിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീക്കെൻഡ് ടെസ്റ്റിൽ തന്നെ നിങ്ങളുടെ റാങ്ക് ഒരു 10-നും 20-നും അകത്ത് തന്നെ നിൽക്കണം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ബാച്ചിനകത്ത് ഇപ്പോൾ 200-300 പേരുണ്ടപ്പോൾ അതിനകത്ത് അവർ തന്നെ മത്സരിച്ച് നിങ്ങൾ ടോപ്പ് 10-20-നകത്ത് ഈ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലും ടോപ്പ് 20-നകത്ത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് കണ്ടന്റിൻ്റെ കൂടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അതല്ലാതെ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ന്യൂമറിക്കലും കാര്യങ്ങളെല്ലാം അതിനകത്ത് അങ്ങ് സെറ്റ് ആവും. പിന്നെ കോംപ്ലിമെൻ്ററി ഇതിനകത്തുള്ള നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ മോക്ക് ടെസ്റ്റ് സീരീസും ഈ ഒരു ബാച്ച് സ്റ്റുഡൻസിന് ഫ്രീ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ റാങ്ക് ഫയൽ ഫ്രീ ആയിരിക്കും. പിന്നെ റാങ്ക് ഹോൾഡേഴ്സ് തന്നെയാണ് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അവരുടെ ടോക്സ് കാണും, സെഷൻസ് കാണും. അപ്പം തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ആപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്ത് തരുന്നാൽ മതി, അല്ലെങ്കിൽ താഴത്തെ ലിങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി.
ഇതല്ലാതെ നിങ്ങൾക്ക് ഓൾറെഡി തിയറി നോളജൊക്കെ അറിയാം, അവർക്ക് LTQ കോഴ്സ്, ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിനകത്ത് പ്യുവർലി എല്ലാ സബ്ജക്റ്റും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതും ഒരു വലിയ കോഴ്സാണ്, 6 തൊട്ട് 1 വർഷം എടുക്കും. അത് പിന്നെ പോളി ലെക്ചറും അസിസ്റ്റന്റ് പ്രൊഫസറിന് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു സബ്ജക്ട്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു മെഗാ പാക്കേജാണ്. പിന്നെ ഈ ഒരു കോഴ്സ് എടുത്തവർക്ക് അതിനകത്ത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേറെ നിങ്ങൾ മാക്സിമം പഠിക്കുക. ഈ ഒരു എക്സാം അല്ലാതെ ഇനിയും വരുന്ന എക്സാംസും നല്ല രീതിയിൽ പഠിക്കുക. ഡീറ്റെയിൽഡ് ഈ പ്രീവിയസ് ഇയർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് സെഷൻ എന്തായാലും നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇടും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ടെലിഗ്രാം സ്റ്റഡി സർക്കിൾ നമ്മൾ ഇടും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Get the best education with Amaze Academy and make your AE Civil SSC JE dreams come true. Download the app now.